അതെ, നമുക്ക് വെറൈറ്റി ആയിട്ടൊരു മുട്ട മസാല ചെയ്ത് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കാടമുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 10 എണ്ണമായിട്ടൊക്കെ ഇങ്ങനെ ഇതുപോലെ കിട്ടും കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ മുട്ടയെല്ലാം നമുക്ക് ഇത്തിരി ഉപ്പിട്ട വെള്ളത്തിലോട്ട് വേണം ഒന്ന് പുഴുങ്ങിയെടുക്കാൻ. ഒരുപാട് നേരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ സവോളയൊന്ന് നന്നായിട്ട് ഉപ്പ് കൂട്ടി തിരുമ്മിയിട്ട് അങ്ങനെ തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ആ സവോളയിൽ ആ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴണ്ട് വരുമ്പോഴത്തേക്കിനും ഒരു ഒറ്റ പച്ചമുളകാണ് കേട്ടോ, അതൊന്ന് നമ്മളൊന്ന് കീറിയിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്കൊരിത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ വറുക്കുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഞാനങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പം ഇനി നമുക്കൊരിത്തിരി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത്തിരി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഗ്രേവിയുടെ പരിപാടി. ഇനി നമ്മുടെ പുഴുങ്ങിയിട്ട് തോടെല്ലാം കളഞ്ഞ് വെച്ചേക്കുന്ന നല്ല അടിപൊളി നമ്മുടെ കാടമുട്ട ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇനി അത് ആ ഗ്രേവി കിടന്നിട്ട് ആ എണ്ണയ്ക്കകത്തുമൊക്കെ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ല പരുവമായിട്ടൊന്ന് വരണം. അപ്പോഴത്തേക്കും നമുക്കൊരിത്തിരി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മസാല റെഡിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടി ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മുട്ട മസാല ഒന്ന് തയ്യാറാക്കി നോക്കണം. കാരണം ഒരു വെറൈറ്റി ഒരു ഐറ്റം തന്നെയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 4 മണിക്ക് കാപ്പിയുടെ ഒക്കെ കൂടെ കഴിക്കാനും ഇനി മുട്ട കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇത്തിരി എരിവൊക്കെ കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. മാത്രമല്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒട്ടും പുറകോട്ട് നിർത്താൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ടേസ്റ്റും ഉണ്ട്. മുട്ട വെച്ചിട്ട് ഒരു വെറൈറ്റി ഐറ്റം ആകും. ഇത് നമുക്ക് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇനി 4 മണിക്ക് കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.